ഒന്നാമത്തത് ഡൗൺ ടൗൺ ദുബായാണ്. ഡൗൺ ടൗൺ ദുബായിയെക്കുറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒട്ടുമിക്ക ഇൻവെസ്റ്റേഴ്സിനും അറിയാവുന്നൊരു സ്ഥലമാണ്. ഡൗൺ ടൗൺ ദുബായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെയാണ് നമ്മുടെ ബുർജ് ഖലീഫ ഉള്ളത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡൗൺ ടൗൺ ദുബായും ആ ബുർജ് ഖലീഫയും അതിന് ചുറ്റുമുള്ള ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം വളരെ മികച്ച ഒരു ഏരിയ ആണെന്നുള്ളതാണ്. നമ്മുടെ ദുബായിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഡെവലപ്പറായിട്ടുള്ള MR ആണ് ബുർജ് ഖലീഫയും ഡൗൺ ടൗണും എല്ലാം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഡൗൺ ടൗണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡൗൺ ടൗണും അതിന് ചുറ്റുപാടുമുള്ള ബിസിനസ് ബേയിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ആ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നല്ലൊരു റെൻ്റൽ ഈൽഡ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ദുബായ് ക്രീക്ക് ഹാർബറാണ്. ദുബായ് ക്രീക്ക് ഹാർബറിൽ വരാൻ പോകുന്ന പുതിയ അപ്കമിങ് സ്കൈ ലൈൻ, അതായത് പുതിയ ക്രീക്ക് ടവർ, അതൊരു ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു ഐക്കോണിക് ടവറായി മാറാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒരു വാട്ടർ ഫ്രണ്ട് വ്യൂ ആണ് ദുബായ് ക്രീക്ക് ടവറിലുള്ളത്. ഇനി അടുത്ത ഒരു ഗ്രോത്ത് ഈ ഡൗൺ ടൗൺ കഴിഞ്ഞ് ഡൗൺ ടൗൺ ഏകദേശം അതിൻ്റെ ഒരു പീക്ക് സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് തന്നെ ദുബായ് ഹാർബറാണ്. ആ ദുബായ് ഹാർബറുമായി ചേർന്നുകൊണ്ടുള്ള പുതിയ പ്രൊജക്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബായ് ഹാർബർ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ, ഒരു 3, 4, 5 വർഷത്തിനുള്ളിലൊക്കെ നല്ലൊരു റിട്ടേൺ ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ക്രീക്ക് ഹാർബറിൽ വരുന്ന ആ പ്രൊജക്റ്റുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം.